സംശയമില്ല. ജീലൻ അഞ്ചീല്, ഓരോ തറവാടായിട്ട്, ഓരോ തലമുറയായിട്ട് മടങ്ങി വരുന്ന ഓരോ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ പറഞ്ഞു വരുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്, മുത്തവാത്തിനായിട്ട് വരുന്നതായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എങ്ങനെ സൂര്യപ്രകാശം പോലെ നാം അംഗീകരിക്കുന്നു, നാം അത് സ്വീകരിക്കുന്നു, അതുപോലെ സ്വീകരിക്കേണ്ടതായ ഒന്നാണ് എന്ത്? മസ്ജിദുൽ ഹറാമിൽ 5 വക്ത് നമസ്കരിക്കാൻ റസൂൽ ആരംഭിച്ചത് മുതൽ, മസ്ജിദുൽ നബവിയിൽ നമസ്കരിക്കാൻ റസൂൽ ആരംഭിച്ചത് മുതൽ 5 വക്തല്ലാതെ നമസ്കരിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള യാഥാർത്ഥ്യമാണ് എന്നതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഖുർആനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആ ഖുർആൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ തന്നെയാണ് 5 വക്തും കൊണ്ടുവന്നത്. അവർ 3 വക്ത് നിസ്കരിച്ചിട്ടില്ല എന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായി ഓർക്കുന്നു. അതെ, അങ്ങനെയുള്ള ആ സഹാബാക്കളെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിസരത്തിൽ നമസ്കരിച്ച സഹാബാക്കളെ കുറിച്ച് വെറുപ്പുള്ളവരെ സംബന്ധിച്ചിടത്തോളം കാഫിരീങ്ങൾക്കാണ് അവരോട് ദേഷ്യം വരിക, കോപം ഉണ്ടാവുക എന്ന സൂചന വരേക്കും ആയത്തിന്റെ അവസാനത്തിലുണ്ട്. സഹാബാക്കളെ തല്ലിപ്പറയുന്നവര്, സഹാബാക്കളെ എന്ന് പറയുന്നവര്, സഹാബാക്കളാണ് ഹദീസുകളെ ഇഷ്ടാനുസരണം ഉണ്ടാക്കിയിട്ട് അവരുടെ ഭരണകൂടത്തെ നിലനിർത്താനോ അവരുടെ ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കാനോ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തല്ലിപ്പറയുന്ന, ഇസ്ലാമിനെ തകർത്താൻ വേണ്ടിയിട്ട് ജൂദായിസത്തിന്റെ ഉടമകൾ ചെയ്തതായ അതേ തത്വം പ്രചരിപ്പിക്കുന്ന മുസ്ലിം വേഷധാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അവര് ഇസ്ലാമിന് ഏറ്റോട്ടാവാൻ അത് മാത്രം മതിയാകുന്നതാണ്. കാരണം ഈ ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്, ഈ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് മുആവിയനെ കൂടാതെയാണോ? മുആവിയ ഖുർആൻ അറിഞ്ഞ വേളയിൽ അവർ മുസ്ലിമായ ശേഷം വരുന്ന വഴികളെയെല്ലാം എഴുതാൻ റസൂലുള്ളാഹിന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഇരുന്നതായ കതബത്തുൽ വഹയിൽ, കാതിബുൽ വഹയിൽ പെട്ട ആളായിരുന്നു എന്നതാണ് മുസ്ലിങ്ങൾ വിശ്വസിച്ച് വരുന്നത്. എത്ര ചുരുങ്ങിയ ടൈമായിരുന്നാലും വിരോധമില്ല. കുറിച്ചും അതുപോലെ അവർ തല്ലി പറയുന്ന സഹാബാക്കളെ കുറിച്ചും ഇപ്പോൾ പറഞ്ഞിട്ട് അവരുടെ പ്രീതി നേടേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് സിദ്ധിച്ച ലാഭം മതി. അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന മാർഗവും അള്ളാഹുവിന്റെ മതത്തിന്റെ അമത്ത് നാളെ വരെ നിലനിർത്താൻ വേണ്ടിയിട്ട്, എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, പറയാൻ വേണ്ടിയിട്ട്, റീകാർഡാക്കാൻ വേണ്ടിയിട്ട്, പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് തെരഞ്ഞെടുത്ത ഒരു വിഭാഗമായിരുന്നു നബിയുടെ കൂടെ ജീവിച്ചിരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, നബിയോട് കൂടി ജീവിച്ചവരായ സഹാബാക്കൾ. അതിമതി. അങ്ങനെ മതി എന്ന് നാം തീരുമാനിക്കുന്ന വേളയിൽ നീണ്ട 40 വർഷത്തോളം ഇവിടെ ഭരണം നടത്തുന്ന കാലഘട്ടത്തിലെല്ലാം അള്ളാഹു ഇവിടെ സുരക്ഷിതമായിട്ട് നിലനിർത്തണമെന്ന് തീരുമാനിച്ച മതത്തിന് ഭംഗം വരുത്താൻ അവര് രംഗത്തിറങ്ങി. അവരിലൂടെ നമുക്ക് സത്യമെത്തിയില്ല എന്ന് അവർ പറയും പോലെ നാമം പറയുകയാണെങ്കിൽ എന്താണ് അവരും പറയേണ്ടി വരിക? ഖുർആൻ തള്ളേണ്ടി വരും. ഈ 40 കൊല്ലം മുആവിയ മരിച്ചപ്പോൾ ഏത് ഖുർആനാണ് മുആവിയ ഉപയോഗിച്ചത്? നിങ്ങൾ ഉപയോഗിക്കുന്ന ഖുർആനാണോ? അല്ലേ? ആണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിശ്വാസമാണ് ആ ഖുർആനിലുള്ളത്? ഹദീസിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ ഖുർആനിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാൻ പാടുള്ളതല്ല. രണ്ടും തള്ളേണ്ടതാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടും തള്ളിയിരിക്കുകയാണ്. വെറും പേരിൽ മാത്രം ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നെന്ന് പറയുന്നതല്ലാതെ ഖുർആനിലുള്ളതായ ദശക്കണക്കിന് ആയത്തുകളെ നിങ്ങൾ ഹദീസ് തള്ളലിലൂടെ തള്ളിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ മുഅ്മിനുകൾ നിങ്ങളെപ്പോലത്തവരെ കുറിച്ച് മുർത്തത്തുകളാണ് എന്ന് ഫത്വ നൽകാനും പ്രഖ്യാപിക്കാനും കാരണം. കഴിഞ്ഞതായ ക്ലാസ്സുകളിലൂടെ നാം പഠിച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സൂക്ഷിച്ചതുപോലെ ഹദീസിനെയും സൂക്ഷിച്ചു എന്നതായ വാർത്ത. കാരണം ഖുർആനിനെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തതായ റബ്ബ് തന്നെ സുമ്മ ഇന്ന അലൈനാ ബയാന, ഖുർആന്റെ വിശദീകരണവും ഞാൻ തന്നെ ഏറ്റെടുത്തു എന്ന് അള്ളാഹ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹ് വിളിച്ചെടുത്തി ഖുർആന്റെ വിശദീകരണം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നതിൽ എന്നാണ് വരിക. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഗവേഷണം ചെയ്തിട്ട് നിസ്കാരം ഉണ്ടാക്കാൻ ഒരുങ്ങുന്നതായ അറിവില്ലാത്ത ജാഹിലീങ്ങൾ. ബുദ്ധി കൊണ്ട് ചിന്തിക്കാനുള്ള ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നാണ് പിന്നെ ആയത്തോത്തത്. എന്താ ചിന്തിക്കാൻ പറഞ്ഞത് അല്ലാഹു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർക്കുന്നത്. എന്താ ചിന്തിക്കാൻ പറഞ്ഞത്? ഗവേഷണം ചെയ്യാൻ പറഞ്ഞത്? കർമ്മപരമായ കാര്യങ്ങൾ അല്ല. കർമ്മപരമായ കാര്യങ്ങൾ അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാക്കാനല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞത് 437ഓളം തൗഹീദിന്റെ ആയത്തുകളുണ്ട്. ആ കാര്യത്തിൽ ചിന്തിച്ചിട്ട് അള്ളാഹിനെക്കെത്താൻ, അള്ളാഹിന്റെ കഴിവുകൾക്ക് മനസ്സിലാക്കാൻ അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹിന്റെ കഴിവുകൾക്ക് മനസ്സിലാക്കുന്നില്ല, അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല, അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ യഥാർത്ഥ തൗഹീദിന്റെ ഉടമകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല? ഈ കാണുന്ന പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിലോ അതിനെ സംരക്ഷിക്കുന്നതിലോ അതിന് ഭക്ഷണം
യാതൊരു വിരോധമില്ല. അതുകൊണ്ട് കഴിവുകൽപ്പിന്റെ ഉടമ ഞാൻ എന്ന് പറയുന്ന ജബ്ബാറായ ഖഹാറായ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ യൗമുദ്ദീൻ എന്ന പ്രതിഫലം നൽകപ്പെടുന്ന നാടിന്റെ ഉടമസ്ഥനായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഉദ്യോഗിച്ചൂടെ കൂട്ടരെ? നിങ്ങൾക്ക് സ്വയമുള്ള കഴിവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? അതുപോലെ തന്നെ മറ്റു ഇലാഹാണെന്ന് വാദിച്ചതായ മനുഷ്യന്മാരോ അല്ലെങ്കിൽ ജിന്നുവർഗങ്ങളോ ആരെല്ലാം ഉണ്ടോ അവരെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അവർ ഇലാഹാവാൻ പറ്റുമോ ഇല്ലേ എന്നത് മനസ്സിലാക്കിക്കൂടെ? അള്ളാന്റെ കഴിവ് കൽപ്പിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റും. ചിന്തിക്കണം, ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറഞ്ഞതല്ലാതെ നമസ്കാരത്തെ ഇറക്കിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് റക്കാത്ത് ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചിട്ട് ഔഖാത്തുകൾ ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ അത് പഠിപ്പിച്ചരാൻ അള്ളാഹ് പറഞ്ഞു, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ, അവർ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണം, അവര് കാട്ടി തന്നതുപോലെ നിങ്ങൾ തീ നിർത്തണം, അവരുടെ പുറം കൊണ്ടാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടാടാം, അവർ അനപ്പോക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനപ്പോക്ക് നടത്താം, അവരെ ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞിട്ട് ഖബർ സിയാറത്തിന് അതിർവിട്ട് കിടന്ന് അമിതമായി ഖബറിലുള്ളവരെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തോന്നിവാസം കാട്ടി കാണിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം ഖബർ സിയാറത്ത് മാത്രമാണ് അവർ പഠിപ്പിച്ചതെങ്കിൽ ഖബറിലുള്ളവർക്ക് വേണ്ടി അങ്ങോട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കാനാണ് നിങ്ങൾക്ക് അവർ പഠിപ്പിച്ചതെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനപ്പുറമുള്ള പൂരങ്ങളോ നേർച്ചകളോ പോക്കുകളോ വരവുകളോ അതുപോലെ തന്നെ ജന്മദിന മരണദിന ആഘോഷങ്ങളോ അവര് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത് എന്നീ തൗഹീദിന്റെ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്നീ കർമ്മപരമായ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ റസൂൽ ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇവിടെ മാതൃക ഉൾക്കൊള്ളേണ്ടതായ വ്യക്തിയായിട്ട് അയച്ചിട്ട് അല്ലാഹ് ഖുർആനിൽ കൽപ്പിച്ചു, അല്ലയോ മുസ്ലിം ലോകമേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്കുണ്ട് എന്താ? ഉസ്വത്തുൻ ഹസന, നല്ല മാതൃകയുണ്ട്. ആ നല്ല മാതൃക ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്യൂണിസ്റ്റുകാരുടെ മാതൃകയിലേക്ക് പോകരുത്, ഓറന്റിസ്റ്റുകാരുടെ മാതൃകയിലേക്ക് പോകരുത്, ഷിയാക്കളുടെ മാതൃകയിലേക്ക് പോകരുത്, മൂന്നൊത്തിന്റെ ആൾക്കാരുടെ മാതൃകയിലേക്ക് പോകരുത്, അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ അയ്യപ്പന്റെ ആൾക്കാരുടെ പിന്നിൽ മണി നടക്കരുത്. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, എന്റെ റബ്ബിനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, വലാ ഉശ്രികു ബിഹി അഹദാ, എന്റെ റബ്ബിന്റെ കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല പ്രാർത്ഥനയിൽ എന്ന് പ്രഖ്യാപിച്ച നബി പ്രാർത്ഥിച്ച റബ്ബിനോട് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പ്രഖ്യാപിച്ചതും ഞാൻ ഖുർആനിലൂടെ നിങ്ങൾക്ക് ഇറക്കി തന്നതുമായ റസൂലിന് ആരെങ്കിലും വഴിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അള്ളാഹിനെ വഴിപ്പെട്ടവനായി മാറി, അള്ളാഹുവിനെ അനുസരിച്ചവനായി മാറി എന്ന വാക്ക് നിങ്ങളുടെ മുമ്പിലിട്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കൽ അത് യഥാർത്ഥത്തിൽ നബിയെ അനുസരിക്കൽ മാത്രമല്ല, അത് അള്ളാഹിനെ അനുസരിക്കലാണ്, അള്ളാഹിനെ കീഴ്പ്പെടലാണ്, അള്ളാഹുവിനുള്ളതായ ആരാധനയാണ്, അള്ളാഹുള്ള അനുസരണം. ഇത് ഖുർആനിൽ 30-ൽ പരം പ്രാവശ്യം പറഞ്ഞു എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നത്. അതാണ് താഅത്ത്. ഈ താഅത്ത് നബിക്ക് നൽകണം. താഅത്ത് സിയോണിസ്റ്റുകാർക്കല്ല നൽകേണ്ടത്. സിയോണിസ്റ്റുകാരാണ് മൂന്നൊക്കെ ലോകത്തിൽ കൊണ്ടുവന്നവര്, മുസ്ലിംകൾ കൊണ്ടുവന്നിട്ടില്ല. അവരുടെ പ്രതിനിധികളായ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പാടുപെടുന്ന കുരിശുദ്ധത്തിന്റെ ഉടമകളാണ് ഓറിയന്റലിസം എന്ന പേരിൽ ഒരു സംഘടന തന്നെ പണ്ട് തന്നെ ഉണ്ടാക്കിയവര്. അവരുടെ ജോലി തന്നെ നമ്മുടെ മതത്തെ കുറിച്ച് പഠിക്കലാണ്, എന്നിട്ട് നമ്മുടെ മതത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കലാണ്. അത് മനസ്സിലാക്കാനുള്ളതായ തന്റെ ഇടമില്ലാത്ത പല ശേഖരന്മാരും നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെ തകർക്കാൻ അവര് ഉപയോഗപ്പെടുത്തി. ആരുടെ തത്വങ്ങൾ? ഈ ഓറിയന്റലിസ്റ്റുകാരുടെ തത്വങ്ങൾ. അത് മനസ്സിലാക്കാൻ ആർക്ക് സാധിക്കുകയില്ല?